അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഇബാദത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഭംഗിയായിട്ടാണ് ഖുർആനിൽ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെക്കുറിച്ചിട്ട്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് എത്രമാത്രം ഗൗരവത്തോടു കൂടെയാണ് അല്ലാഹു ഖുർആനിൽ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു മുഅ്മിൻ്റെ മേൽ വലിയൊരു ബാധ്യതയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ചൊല്ലുക എന്നുള്ളത്. മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ആരുടെ ജീവിതം എടുത്തു നോക്കിയാലും അവരെല്ലാവരും വിജയിച്ചത് മുത്തുനബിയെ കൊണ്ടാണ്, മുത്തുനബിയുടെ സ്വലാത്ത് കൊണ്ടാണ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട ജീവിതം അവർ ജീവിച്ചതുകൊണ്ടാണ് അവർക്ക് വലിയ സ്ഥാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കും വിജയിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടണമെങ്കിൽ, ആഖിറത്തിൽ ആ വലിയ സ്വർഗ്ഗമൊക്കെ കിട്ടണമെങ്കിൽ മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണം. മുത്തുനബി ഇങ്ങോട്ട് നമ്മെ ഇഷ്ടപ്പെടുന്നൊരു അവസ്ഥ, അങ്ങനൊരു രീതി നാം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ, മുത്തുനബിയോട് ധാരാളം ഇഷ്കും ഹുബ്ബൊക്കെ കിട്ടണമെങ്കിൽ, അതിനൊക്കെ കാരണമാകുന്ന വലിയൊരു പ്രാധാന്യമുള്ള ഇബാദത്താണ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അതിന് നൽകുന്ന പ്രതിഫലം ചെറുതൊന്നുമല്ല, വലിയ പ്രതിഫലമാണ്, വലിയ സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിട്ടുള്ളത്. എത്രയോ ഹദീസുകൾ അത് നമ്മെ പഠിപ്പിക്കും. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മൻ സ്വല്ല അലയ്യ സ്വലാത്ത്, എൻ്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, കേവലം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിനും പ്രതിഫലമുണ്ട്. എന്താണ് പ്രതിഫലം? സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അള്ളാഹു അവൻ്റെ പേരിൽ, അവൻ്റെ മേലിൽ അള്ളാഹു 10 സ്വലാത്ത് ഇങ്ങോട്ട് ചൊല്ലുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓഫർ നൽകുകയാണ്. അള്ളാഹു ഇങ്ങോട്ട് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതേ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ബറകത്ത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം ധാരാളമായി ഇങ്ങോട്ട് കിട്ടുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ വലിയ നിഅമത്ത്, ആ വലിയ റഹ്മത്ത്, ആ വലിയ ബറകത്ത് ഇങ്ങോട്ട് കിട്ടാൻ വലിയ കാരണമാകുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അത് ഒരു സ്വലാത്ത് ചൊല്ലിയപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് ഒന്നല്ല ചൊല്ലുന്നത്, 10 എണ്ണമാണ്. ഈ കണക്ക് എന്നുള്ളത് അതൊരു ചെറിയ കണക്ക് മാത്രമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് 10ലൊന്നും ഒതുങ്ങൂല. എത്രയോ അനുഗ്രഹങ്ങൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ അവൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകും. അങ്ങനെ നൽകിയ അനുഭവങ്ങൾ, ചരിത്രങ്ങൾ എത്രയോ നമ്മുടെ മുമ്പിലുണ്ട്. മുത്തുനബി മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, ബിഹസ്ബിൽ മുഅ്മിനി മിനൽ ബുഖ്ലി അൻ യുദ്കറ ഇൻദഹു ഫലാ യുസല്ലി അലയ്യ. ഏറ്റവും വലിയ ബിശുക്കൻ ആരാണെന്ന് പറഞ്ഞാൽ അതേ എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അത്രമാത്രം ഒരു നീചൻ എന്ന രീതിയിൽ മുത്തുനബി സൂചിപ്പിക്കുകയാണ്. അത്രമാത്രം മോശപ്പെട്ടവൻ എന്ന രീതിയിൽ മുത്തുനബി സൂചിപ്പിക്കുകയാണ്. അതേ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ഏറ്റവും വലിയ ബഖീലാണ്, ബിശുക്കനാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ അത്ര വലിയൊരു ബഖീൽ ആവാൻ പാടില്ല. മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ വിജയം എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടെ കാണണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
എൻ്റെ ജീവിതത്തിൽ എത്ര സ്വലാത്ത് ചൊല്ലണമെന്ന് ഒരു അവസരത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്ന ഒരു സന്ദർഭം വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. എത്ര സ്വലാത്ത് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, എത്ര ചൊല്ലിയാലും അത് നിനക്ക് ഉപകാരമാണ്, അത് വലിയ പ്രതിഫലമാണ്, നിന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. അപ്പോഴാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇബാദത്തുകളിലെ ഫർളായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ള ഇബാദത്തുകളിലെ 1/4 ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ. അതായത് മറ്റുള്ള ഇബാദത്തുകളിൽ ചെയ്യുമ്പോൾ അതിൽ 1 മുഴുവനായിട്ടും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നൊരു അങ്ങനൊരു പതിവ് ഞാൻ ആക്കട്ടെയോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, ഒന്നും കൂടി അധികരിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു രണ്ടാമതായി പറയുന്നു, എൻ്റെ ഇബാദത്തുകളിലെ പകുതി ഭാഗവും സ്വലാത്ത് ആക്കട്ടെയോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അവിടെയും മുത്തുനബി പറഞ്ഞത് ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ഒന്നും കൂടി ഏറ്റുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ് ഉബയ്യേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉബയ്യ് റളിയല്ലാഹു അൻഹു പിന്നൊന്നും ചിന്തിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ അത്യാവശ്യം ഫർളായ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുഴുവനും അവിടുത്തെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ. എൻ്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വലാത്ത് മാത്രം എന്ന രീതിയിൽ ആക്കട്ടെയോ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി അധികമായി എന്നൊന്നും പറഞ്ഞില്ല. വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഓ ഉബയ്യേ, എന്നാൽ ഈ സ്വലാത്ത് നിനക്ക് അത് വലിയ കാവലായി തീരും. എല്ലാ ബേജാറിൽ നിന്നും, എല്ലാ വിഷമത്തിൽ നിന്നും, എല്ലാ മുസീബത്തിൽ നിന്നും നിനക്ക് വലിയ കാവലായി തീരും ഈ സ്വലാത്ത്. നിനക്ക് വലിയ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ വിഷമത്തിൽ നിന്നും, എല്ലാ മുസീബത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുന്നതായിരിക്കാം. എന്ന് മാത്രമല്ല, നിന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാനത് കാരണമാകുന്നു എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് സ്വലാത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി കാണണം. അതേ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ അത്രമാത്രം ചൊല്ലുന്നത് അത് നമുക്ക് ഖൈറാണ് എന്നാണ് ഈ സംഭവത്തിലൂടെ, ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. പ്രത്യേകിച്ച് ആഴ്ച ദിവസത്തിൽ അതേ ധാരാളം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അത് ഒന്നും കൂടി പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഒന്നും കൂടി എനിക്ക് ആ സ്വലാത്ത് ചൊല്ലുന്നവനെ എനിക്ക് കാണിക്കപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട്, മുത്തുനബിയുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധമുണ്ടാക്കാൻ കാരണമാകുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. അന്നത്തെ ദിവസം ധാരാളം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ മുത്തുനബിയുടെ ഇങ്ങോട്ടൊരു ബന്ധം കൂടി കിട്ടാൻ അത് കാരണമാകുന്നു എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട വളരെ നിർബന്ധമായ ഒരു ഇബാദത്താണ് സ്വലാത്ത് ധാരാളം ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.